വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഷോർട്സ് നമ്മൾ എന്നും ഇടുന്നുണ്ടായിരുന്നു. ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പം നമ്മൾ ഇനി മുതൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ലോങ് വീഡിയോ വെച്ച് ഇടും. ഷോർട്സ് ഡെയിലി ഇടും, ലോങ് വീഡിയോ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്കതിൻ്റെ അനുസരിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കാർ ഫ്രെയിം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കാർ ഫ്രെയിം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു കാർ ഫ്രെയിം ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് മലയാളത്തിൽ കാർ ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഉള്ളത്. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും എനിക്കൊരു ഫുൾ വീഡിയോ എങ്ങൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പേജിൽ ഫുള്ളായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തിരക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതെങ്ങനെ ഫ്രെയിമിൽ സെറ്റ് ചെയ്യാം എന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോകാം. ഞാൻ A4 സൈസിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഒരു പോർഷെ കാറിൻ്റെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. A4 സൈസ് 180 GSM ലേസർ പ്രിൻ്റാണ് ഞാൻ എടുത്ത പ്രിൻറ്റിങ് പേപ്പറിൻ്റെ നെയിം. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് കളർ ഫ്രെയിമാണ്. നിങ്ങൾ ചെയ്യുന്ന പേപ്പറിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ കാറിൻ്റെ അനുസരിച്ച് നമുക്ക് ഫ്രെയിം സെലക്ട് ചെയ്യാൻ പറ്റും. യൂഷ്വൽ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബാക്കിലത്തെ ഈ പിന്നെല്ലാം ഒന്ന് മാറ്റി ഇതിൻ്റെ അകത്തിരിക്കുന്ന ഗ്ലാസ് ഒന്ന് തുടച്ചെടുക്കണം. ഞാൻ സാധാരണ ഗ്ലാസ് തുടയ്ക്കാൻ ഇതുപോലൊരു ബോട്ടിൽ നമ്മുടെ ഹാൻഡ് വാഷ് ലിക്വിഡ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ പത്രപേപ്പർ ഇല്ലേ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. തുണിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ചെറിയ പൊടിയെ കാണും. പത്രപേപ്പറാണ് കുറച്ചുകൂടെ ബെറ്റർ. പത്രപേപ്പറും വെച്ചാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. അങ്ങനെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഗ്ലാസ്സിൽ കാണത്തില്ല. ഗ്ലാസ് എല്ലാം തുടച്ചു കഴിഞ്ഞ് അത് ഫ്രെയിമിലോട്ട് ഇടുമ്പം സൂക്ഷിച്ച് വേണം ഇടാൻ. ചിലപ്പം ആ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എടുത്ത പ്രിൻ്റ് അത് തിരിച്ച് കമത്തി അതിനകത്തോട്ട് വെച്ച് അതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഒരു ക്രാഫ്റ്ററാണ് അല്ലെങ്കിൽ ഫ്രെയിമൊക്കെ സെയിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുപോലൊരു ബ്ലാക്ക് കളർ ടേപ്പ് ഇതിൻ്റെ പുറകിൽ ഒട്ടിച്ചെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. കുറച്ചുകൂടെ ഫ്രെയിം സെക്യൂറായിട്ടിരിക്കും. ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിമിലേക്ക് കാർ ഒട്ടിക്കാനാണ്. നിങ്ങൾ ഏത് കാറാണോ എടുത്തത്, ഏത് മോഡലിലാണോ നിങ്ങൾ പ്രിൻ്റ് എടുക്കുമ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചത് ആ ഒരു രീതി ചെയ്യാം. ഞാനിപ്പം ഉദ്ദേശിച്ചത് ആ വൈറ്റ് കളറ് ലൈനിൻ്റെ അവിടോട്ട് ഒട്ടിച്ച് കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. അതല്ല, നിങ്ങൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്ക്, എങ്ങോട്ട് വെച്ചാലാണോ കുറച്ചുകൂടെ ഭംഗി ആ ഒരു രീതിക്ക് വെക്കാം. ഈ കാറ് ഫ്രെയിമിലേക്ക് ഒട്ടിക്കാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പോലത്തെ ഈ 10 രൂപയുടെ ഡബിൾ സൈഡ് ടേപ്പ് ആയാലും നിങ്ങൾക്ക് ഏതായാലും യൂസ് ചെയ്യാം. അതല്ല ഗ്ലൂ ഗണ്ണൊക്കെ വേണമെങ്കിൽ അതായാലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഈ 10 രൂപയുടെ ടേപ്പാണ്. അത് ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്കുള്ള ആ മഞ്ഞ കളറ് പീൽ ചെയ്ത് കളയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടാണോ സ്റ്റിക്ക് ചെയ്യേണ്ടത് അങ്ങോട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഫ്രെയിമിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ട പിൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു ആപ്പാണ്. അതിനകത്തിൽ താഴെ സെർച്ച് ബാറിൽ പോയിട്ട് കാർ ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സിൻ്റെ ലിസ്റ്റ് കിട്ടും. നമുക്കതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഹോട്ട് വീൽ പോലുള്ള കാറുകളാണെങ്കിൽ നമുക്ക് ഹോട്ട് വീൽ കാർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ സെർച്ച് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏത് കാറാണോ ഉള്ളത് ആ കാറിൻ്റെ പേര് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കാർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരുപാട് വരും. നമുക്കതിൽ ഏതാണോ ഇഷ്ടപ്പെട്ട് അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫോട്ടോ നമ്മുടെ ഗാലറി വരും. ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോട്ടോയിൽ എനിക്ക് ചെറിയൊരു ക്ലാരിറ്റി ഇഷ്യൂസ് തോന്നിയത് കൊണ്ട് ഞാൻ നേരെ ഇൻഷോട്ട് എടുത്തു. അവിടുന്ന് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ അങ്ങോട്ട് നീക്കി കഴിയുമ്പം എൻഹാൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഒരു ആഡ് വരും. ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു ആഡ് വരും. ഇങ്ങനെ ചെയ്യണം എങ്കിൽ നമ്മൾക്ക് ഇൻ്റർനെറ്റ് വേണം. ഇൻ്റർനെറ്റ് നല്ലതുപോലെ ഉണ്ടെങ്കിലേ നമ്മൾക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടി കുറച്ചുകൂടെ ക്ലാരിറ്റി കൂട്ടി നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. അവിടുന്ന് നേരെ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോസ്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. നേരെ നമ്മുടെ ഗാലറിയിൽ വരും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അത് സെലക്ട് ചെയ്തിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് A4 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പം ഒരുപാട് ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്സ് നമുക്ക് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പടമുള്ള ഡോക്യുമെൻറ്റ്സ് വരും. അതിലേതാണോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മണ്ടയ്ക്ക് ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അവിടെ ഡിലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിനകത്തുള്ളത് ഡിലീറ്റ് ആയി പോയിക്കോളും.
ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിം സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞ് ആ പേജ് ഫുള്ള് ഫില്ലായി നിൽക്കുന്ന രീതിക്ക് അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് താഴെ ഗാലറി അല്ലെങ്കിൽ അപ്ലോഡ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഗാലറിയാണ് സെലക്ട് ചെയ്ത്. അത് കഴിയുമ്പോൾ നമ്മൾ ഏത് ഫോട്ടോയാണോ ഈ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ നമ്മൾ ചെയ്ത് വെച്ച ഫ്രെയിമിലേക്ക് ഇൻസേർട്ടായി പൊക്കോളും. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഫോട്ടോയിൽ ക്ലാരിറ്റി ഇഷ്യൂസ് വരത്തില്ല. അതായത് നമ്മൾ സൂം ചെയ്ത രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി ഇഷ്യൂസ് പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വരാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫോട്ടോ എടുക്കുന്നോ ആ ഫോട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രെയിമിൽ ഫില്ലായി നിൽക്കുന്ന രീതിക്ക് വരും. വേറെ വൃത്തികേടായിട്ടൊന്നും തോന്നാറില്ല. എന്നിട്ട് നേരെ നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, PDF പ്രിൻ്റ് എന്നുള്ള രീതിക്ക് വേണം കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് നമുക്ക് PDF ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.